വല്ല ഏഴാങ്കുലികളാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. നമുക്ക് എന്താ സേഫ്റ്റി വേണ്ടത്? അന്ന് ഞാനും ഓർത്തു, ഓക്കെ ഈ വി അത്രമാത്രം സക്സസ് ആവത്തില്ല, ഇതിന് മറ്റേ സാധാ വണ്ടിയുടെ പോലെ പവർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതെന്താണ് അങ്ങനെ ചോദിച്ചതിൻ്റെ റീസൺ. പിന്നിപ്പോൾ ഒരു നോർമൽ റിവ്യൂ ചെയ്യാന്നുള്ളൊരു ഗോളിലല്ല ഞാൻ വന്നേക്കുന്നത്. കാരണം എൻ്റെ കൂട്ടത്തിലുള്ളത് ഏകദേശം ഒരു 3 കൊല്ലം പഴക്കമുള്ള ടാറ്റയുടെ ടിയാഗോ EV എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നിങ്ങളൊരു EV എടുക്കാൻ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു EV എടുത്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ EV എന്ന് പറയുന്നൊരു ടെക്നോളജി വന്ന സമയത്ത് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ഞാനും ഫേസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞാനത് കണ്ടിട്ടുണ്ട് പലരും ഫേസ് ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാൽ, ഇവരുടെ തന്നെ ആദ്യം ഇറങ്ങിയ നെക്സോൺ EV എന്ന് പറയുന്ന EV, അതാണല്ലോ ശരിക്കും ഒരു മാസ് മാർക്കറ്റിലേക്ക് വന്ന ഒരു ഫസ്റ്റ് ഒരു പ്രോപ്പർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു EV ഇറങ്ങിയ സമയത്ത് ഞാനത് റിവ്യൂ ചെയ്തു. കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു റിവ്യൂ ചെയ്ത സമയത്ത് നമുക്കിതുപോലെ ചാനലോ ഇവർ മീഡിയ ഡ്രൈവിന് വിളിക്കുകയോ അല്ലെങ്കിൽ ലോങ് ടേമർ തരുമോ ഒന്നുമില്ല. ഒരു ഡീലറുടെ അടുത്ത് സംസാരിച്ച് ഡീലറുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് അവർ നമുക്ക് ആ വണ്ടി തന്നു. വണ്ടി എന്നിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ എന്താണെങ്കിലും തുറന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തതാണ്. ആക്സിലേഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ബ്രേക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് 100% കിട്ടിയ EV ഞാൻ കുറച്ച് ആക്സിലേറ്റ് ചെയ്ത് കുറച്ച് അഗ്രസീവായിട്ട് അങ്ങനെ ചെയ്ത സമയത്ത് ഏകദേശം ഞാൻ തിരിച്ചു കൊടുക്കും 18% ബാറ്ററി ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ റിവ്യൂവിന് ഉള്ളിൽ. അത്ര കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല, പക്ഷേ ഓഫ് കോഴ്സ് അഗ്രസീവായിട്ടൊക്കെ ചെയ്തു. നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വെഹിക്കിൾ വെച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് കാർ അല്ലെങ്കിൽ ഈവൻ സെക്കൻഡ് കാർ എന്നുള്ള രീതിയിൽ പോലും നമുക്കത് ബുദ്ധിമുട്ടായി തോന്നി. അന്ന് ഞാനും ഓർത്തു, ഓക്കെ ഈ EV അത്രമാത്രം സക്സസ് ആവത്തില്ല, ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ടാറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി കമ്പനികൾക്കാണെങ്കിലും നല്ല രീതിയിൽ സെയിൽസ് വരത്തുള്ളൂ, അല്ലെങ്കിൽ EV നമ്മുടെ ആൾക്കാർ അഡാപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ള മനസ്സിലായി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് 2023 ടയാഗോയുടെ EV അവർ ലോഞ്ച് ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ EVs ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ EV അത്ര താല്പര്യമുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഈ കിടക്കുന്ന മോഡൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. അതായത് എനിക്കൊരു ലോങ് ടേമറായിട്ട് ടാറ്റ തന്നു. അപ്പോൾ ഞാനൊരു കൊല്ലമായിട്ട് ഇവനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു ഒരു കൊല്ലത്തിനുള്ളിൽ. ഇപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്. എൻ്റെ അടുത്തൊരു 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ചോദിക്കുന്ന വെഹിക്കിൾ, ഒരു ഓട്ടോമാറ്റിക് വേണമെന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വെഹിക്കിളാണ് നമ്മുടെ ടിയാഗോ EV എന്ന് പറയുന്നത്. എസ്പെഷ്യലി വളരെയധികം വാല്യൂ ഫോർ മണിയുള്ള വളരെ അഗ്രസീവായിട്ട് ടാറ്റ പ്രൈസ് ചെയ്തിരിക്കുന്ന മോഡലാണിത്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ വേരിയൻ്റാണ്. അതായത് ഇത് കഴിഞ്ഞിട്ട് അവർ പുതിയ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചേഞ്ചിൻ്റെ അകത്ത് ഇൻറ്റീരിയറിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് വന്നു. അതായത് കുറച്ചുകൂടെ ഒരു വളരെയധികം വലിയ സ്ക്രീനും നല്ല രസമുള്ള ഇൻറ്റഗ്രേറ്റും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കോക്പിറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ കോർ എലമെൻറ്റ് സെയിം ആയിരുന്നു. 2 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 19.5 kWh അതുപോലെ 24 kWh. ഇത് 24 kWh ബാറ്ററി പാക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ സ്ഥിരം ഇപ്പോൾ ഇത് എങ്ങനെയാണ് 20,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്ഥിരം പാലായിൽ നിന്ന് അതുപോലെ എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബാക്കി ഏത് വണ്ടി ഉണ്ടെങ്കിലും ഐ പ്രിഫർ EV റൈറ്റ് നൗ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, EV എന്നുള്ളത് മാത്രമല്ല, ഐ പ്രിഫർ ടിയാഗോ EV. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ടയർ നിങ്ങളൊന്ന് നോക്കിയേ, ബേസ് വേരിയൻ്റ് തൊട്ടിട്ട് 15 ഇഞ്ച് ടയേഴ്സ് ടാറ്റ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സൈഡ് പ്രൊഫൈൽസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോർമൽ ഒരു ടിയാഗോ നിങ്ങളത് കണ്ടിട്ട് കാണും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും അകത്ത് കയറി നമുക്ക് പോകാം. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം താണ്ട് ഓടി വന്ന് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ റീജൻ ഏറ്റവും ടോപ്പിലാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ AC ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എനർജി, അതായത് ഈക്കോൺ എന്ന് പറഞ്ഞൊരു AC ആണ്. ഇപ്പോൾ നമ്മൾ ഈക്കോൺ എന്ന് പറഞ്ഞ മോഡിൽ AC ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ചാർജിൽ 219, ഫുൾ ചാർജിലല്ല 89% 219 കിലോമീറ്റർ വണ്ടി റൺ ചെയ്യും. അപ്പോൾ ഇതൊരു 100% എനിക്ക് കിട്ടുന്ന റേഞ്ച് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു കൊല്ലം യൂസ് ചെയ്തിട്ട് അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200, 180 to 200 കിട്ടും. മര്യാദയ്ക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 220 to 250 ഇൻ ബിറ്റ്വീൻ തന്നെ നമ്മുടെ ടിയാഗോ EV റേഞ്ച് കാണിക്കുന്നുണ്ട്. ആ ഒരു കാൽക്കുലേഷനിലാണ് ദാണ്ട് ഇവൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം അഗ്രസീവായിട്ട് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് താഴെ പോകും. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല, പലർക്കും റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മേ ബി ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൻ്റെ ആയിരിക്കും. അപ്പോൾ EV എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്നും കൂടെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു 80 നോർമലി പോകുന്നൊരു സ്പീഡിൽ തന്നെ എങ്ങനെ നമുക്ക് മാക്സിമം എഫിഷ്യൻ്റായിട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ആസ് എ യൂഷ്വൽ EV വളരെ സൈലൻ്റ് ആണ്. മറ്റേ പുറത്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള റൂളൊക്കെ വരുന്നതിന് മുമ്പുള്ള വെഹിക്കിൾസ് ആയതുകൊണ്ട് മറ്റേ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സൈലൻ്റായിട്ട് ഈവൻ സ്റ്റാർട്ടായിട്ട് മുന്നോട്ട് പൊക്കോളും. പിന്നെ ഈ ടിയാഗോ EV ഞാൻ പറഞ്ഞില്ല, എനിക്ക് EVകളോട് ഭയങ്കര അധികം ഇഷ്ടമായി തുടങ്ങി എന്നുള്ളത്.
അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഞാൻ ഇതിനു മുമ്പ് വേറൊരു ബ്രാൻഡിൻ്റെ ലോങ് ടേമർ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് കാണും. അതിൽ നിന്ന് ഈ ഒരു ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ ടിയാഗോ ഇവിയിലേക്ക് വന്നപ്പോഴത്തേക്കും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതാണ് ഓഫ് കോഴ്സ് ആന, മറ്റേത് ആടാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ യാത്രാസുഖം. നമ്മൾ എത്ര കിലോമീറ്റർ പോയാലും ഈ ടിയാഗോ ഇവിക്ക് അത് പോകുമ്പോൾ അത് മടുക്കുന്നില്ല. അതിൻ്റെ റീസൺ ഇവൻ്റെ ഒരു സസ്പെൻഷൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ടയർ, ഞാൻ പറഞ്ഞാൽ വലിയൊരു ടയറാണെന്നുള്ളൊരു കാര്യം കൂടെയാണ്. ഇനി ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം. ഞാനിപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് കുറച്ച് ഇറഗുലർ റോഡ്സ് നിങ്ങൾക്കറിയാം, പിറവൻ റോഡ്സൊക്കെ പോയിട്ടാണ് നിങ്ങൾക്കറിയാം, കുറച്ചിങ്ങനെ ചാടി നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ ഡിപ്സും അപ്സും ഒക്കെ വരുന്നൊരു റൂട്ടാണത്. അപ്പോൾ അതിൽ ഞാനിപ്പം നമ്മുടെ ജോബിൻ്റെ ഡിസയർ ആയിട്ട് ഇടയ്ക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ ലിജോയുടെ മറ്റേ ഗ്ലാൻസി ആയിട്ട് പോകാറുണ്ട്. അതിലൊക്കെ ഭയങ്കര അധികം യാത്രാസുഖത്തിന് വ്യത്യാസമുണ്ട് ടിയാഗോ ഇ വി. 10 അല്ലെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ നോക്കി നിങ്ങൾ ആ സസ്പെൻഷൻ്റെ ഒരു കുഷനിങ് എഫക്റ്റ് കണ്ടോ, ഭയങ്കര അധികം കുഷനിങ് എഫക്റ്റ് ഇവന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഒരു വണ്ടി എടുക്കുകയാണ്, ഒരു ഓട്ടോമാറ്റിക് കാറാണ് നിങ്ങൾ നോക്കുന്നത്, സെക്കൻഡ് കാറാണ് നോക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ഇവർ ടിയാഗോ ഇ വി അല്ലെങ്കിൽ പഞ്ചീവി എടുക്കുക. ഇനിയിപ്പോൾ ഫസ്റ്റ് കാറാണ് നോക്കുന്നതെങ്കിൽ ടിയാഗോ ഇ വിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്ന പഞ്ചീവിയാണ്. കാരണം വെച്ചാൽ അതിന് 40 kWh ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിൻ്റെ അകത്ത് 380 കിലോമീറ്റർ 400 കിലോമീറ്റർ എടുത്താണ് നമുക്ക് ആ ഒരു സ്റ്റൈലിൽ ഓടിച്ചപ്പം നമുക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 350+ അഷ്വേർഡ് ആയിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ഫാസ്റ്റ് ചാർജർ ഏകദേശം 26 മിനിറ്റും കൊണ്ട് 80%, 20 തൊട്ട് 80% വരെ കയറുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല, ദാറ്റ്സ് ലൈക്ക് എ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അതല്ലൊരു നല്ലൊരു സെക്കൻഡ് കാറാണ് വേണ്ടത്, ഓട്ടം കുറവുള്ള ഒരാളാണ്, ഒരു മാക്സിമം നമ്മളിപ്പോൾ പാലായിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു ട്രിവാൻഡ്രം വരെ പോയി തിരിച്ചു വരിക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. വളരെ വാല്യൂ ഫോർ മണി ഉള്ളൊരു മോഡലാണ്. ഞാൻ പറഞ്ഞ പോലെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി എനിക്ക് ഒരു ഇ വി എന്നുള്ളത് മാത്രമല്ല, സസ്പെൻഷൻ്റെ ക്വാളിറ്റി ബാക്കി ഏത് വണ്ടി വെച്ച് കമ്പയർ ചെയ്താലും ഇതിന് ഭയങ്കര അധികം കൂടുതലാണ്. വളരെയധികം യാത്രാസുഖം കൂടും. നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വണ്ടി ഒരു 500 കിലോമീറ്റർ ഓടിച്ചിട്ട് നമ്മൾ വേറെ കോമ്പറ്റീഷൻ എന്നല്ല, ഇ വി പോലും നോക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിസയറോ ഗ്ലാൻസോ ഏത് വേരിയൻ്റ് എടുത്താലും നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കുക. ഒരു 10, 15, 20 കിലോമീറ്റർ എങ്കിലും ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ ഇ വി റെക്കമെൻഡ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, പഞ്ചീവി ബുക്ക് ചെയ്തു, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ഇതിന് മറ്റേ സാധാ വണ്ടിയുടെ പോലെ പവർ ഉണ്ടോ എന്നുള്ളത്. എനിക്ക് മനസ്സിലായില്ല അതെന്താണ് അങ്ങനെ ചോദിച്ചതിൻ്റെ റീസൺ എന്നുള്ളത്. ഹൈ ടോർക്കാണ് നമ്മുടെ ഈ പറയുന്ന ഇ വിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ താണ്ട് ഇങ്ങനെ ഒന്ന് കാലം കൊടുത്താൽ വണ്ടി ഈ രീതിയിൽ പറന്ന് കയറും. ഇതിൻ്റെ അകത്തൊരു സ്പോർട്സ് മോഡ് കൂടെ ഉണ്ട്, അതൊരു ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേണേൽ ആ POV ഒന്ന് കാണിച്ചു തരാം. സ്പോർട്സ് മോഡിൽ നമ്മളിട്ടു, എസ്സിലിട്ടു, കണ്ടോ, അതായത് ആ ഒരു ആക്സലറേഷനൊക്കെ സമയത്ത് ആ ഒരു ക്വിക്ക് ടോർക്ക് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇ വി എങ്ങനെയാണോ കണ്ടോ, ഞാൻ ആ സ്പോർട്സിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് റേഞ്ച് മാറിയത് കണ്ടോ. ഇനി ഇ വി എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് കൂടെയുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഇതുണ്ട്, ഇതിൻ്റെ അത് റീജൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ബാക്കി വെഹിക്കിൾസിൻ്റെ അകത്ത് ഇല്ലാത്തതും ഇവിക്കകത്തുള്ള ഒരു സാധനമാണ്. ഇതാണിപ്പോൾ ഇവൻ്റെ പവർ, നമ്മൾ RPM മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ ശരിക്കും പെഡൽ തൊട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് ഈ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇപ്പോൾ പലരും വീഡിയോ ഇടുന്നവർ പലരും ഫേസ് ചെയ്യുന്ന നോർമലി ഉള്ളൊരു കാർ ഓടിക്കുന്ന ഒരു സ്റ്റൈൽ, ഈ ഒരു സ്റ്റൈൽ കാല് കൊടുത്ത് പിടിച്ചിരുന്ന ഉറപ്പായിട്ടും കിട്ടത്തില്ല. പക്ഷെ എന്നാൽ ഈ ഒരു സ്റ്റൈൽ ഇപ്പോൾ കണ്ടു. ഇപ്പോൾ ഞാൻ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് റീജൻ മാക്സിമം യൂസ് ചെയ്തു. എൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ റീജൻ 1 അല്ലെങ്കിൽ റീജൻ 2 ഞാൻ യൂഷ്വലി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂടുതലും. ഇതിപ്പോൾ റീജൻ 1 ആണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ബ്രേക്ക് പിടിക്കുന്നൊരു ഫീലിംഗ് വരത്തില്ല. എന്നിട്ട് ജസ്റ്റ് നമ്മൾ താണ്ട് ഒരു 40 ഒരു 60 കിലോമീറ്റർ ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും താണ്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ അങ്ങ് ഡ്രൈവ് ചെയ്യും. അപ്പോൾ സ്പീഡ് ആവറേജ് ഉണ്ട് താനും, എന്നാൽ താണ്ട് നല്ല രീതിയിൽ റീജൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ഫണ്ണി ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, സിറ്റി ഡ്രൈവിംഗ് ഉണ്ടല്ലോ, നമ്മൾ ബ്രേക്ക് പിടിച്ച് റീജൻ കിട്ടുന്ന സമയം, ആ സമയത്ത് വളരെയധികം റേഞ്ച് കൂടുതലോ. നമുക്ക് പെട്രോൾ കാറുകളിൽ മറ്റേ സിറ്റിയിലൊക്കെ ഓടുമ്പോൾ അല്ലേ നമുക്ക് റേഞ്ച് കുറയുന്നത്, പക്ഷേ ഇത് റേഞ്ച് അല്ല, മൈലേജ് കുറയുന്നത്. പക്ഷേ ഇ വി വരുന്ന സിനാരിയോയിൽ നമുക്ക് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ പറയുന്ന റേഞ്ച്, അല്ലെങ്കിൽ ടിയാഗോ ഇ വിക്കകത്ത് ഏകദേശം ഒരു 200+ അഷ്വേർഡാണ്, ഒരു 220, 230 ഒക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും വലിയ ബാറ്ററി പാക്ക്, അതായത് 24 kWh ബാറ്ററി പാക്കിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഇപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ഇറക്കും, വീട്ടിൽ കൊണ്ടുപോയിടുമ്പോൾ കുത്തിയിടും. വളരെയധികം എഫിഷ്യൻ്റാണ്. ഏകദേശം 1 കിലോമീറ്റർ ഓടാൻ 1 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 20,000 കിലോമീറ്റർ ഈ വണ്ടിയിൽ ഓടിച്ചെന്ന് പറഞ്ഞല്ലോ. 20,000 കിലോമീറ്റർ നോർമൽ ഒരു വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ BMO അല്ലെങ്കിൽ നമ്മുടെ വെർണയോ വേറെ ഏതെങ്കിലും വെഹിക്കിളായിരുന്നു യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വരുന്ന സ്ഥാനത്ത് ഇവന് ഒരു 20,000 രൂപയുടെ കറണ്ടാണ് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം കൂട്ടി ഒരു 25,000 രൂപയുടെ കറണ്ടേ അതിന് വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എത്ര രൂപ ലാഭമായെന്നുള്ള ആലോചിച്ചാൽ മതി. പിന്നെ ഈ മോഡലിന് 8 കൊല്ലമാണെന്ന് തോന്നുന്നു ബാറ്ററി പാക്കിന് വാറണ്ടി വരുന്നത്. മറ്റേ 5GB ഒക്കെ വരുമ്പോൾ ലൈഫ് ടൈം വാറണ്ടിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇവനൊരു അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെ മാറ്റം വരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു അപ്ഡേറ്റ് വരുന്നുമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോഡൽസ് എനിക്ക് തോന്നുന്നു 7 lakhs വരെ ഓൺ റോഡ് കിട്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ 6 ആ ഒരു റേഞ്ചിൽ തന്നെ. ഇപ്പോൾ മാക്സിമം വാല്യൂ ഫോർ മണിയിൽ പലരും
പല ഡീലേഴ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെക്സോൺ ടാറ്റയിലും ഗൂഗിളും ടാറ്റയിലൊക്കെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ മതി, അവരങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇ വിനെ എനിക്ക് ഇ വിയോട് ഇത്രയധികം ഇഷ്ടം തോന്നിപ്പിച്ചൊരു വണ്ടിയാണ് ഈ ടിയാഗോ ഇ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലോങ് ടേമർ ആയിരുന്നു, അപ്പോൾ ഇവനെ ഞാനിപ്പോൾ കൊടുക്കുമായിരിക്കും ഉടനെ. അപ്പോൾ പുതിയൊരു ഇ വിയും കൂടെ കിട്ടും. എനിക്കിപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ മറ്റേ ഡീസൽ വണ്ടികൾ ലോങ് ടേമർ വരുമ്പോൾ ഞാൻ യൂഷ്വലി എടുക്കാറില്ല, വേണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇ വി യൂസ് ചെയ്ത് അതിനോട് ഭയങ്കര അധികം കംഫർട്ടബിളായിപ്പോയി. പിന്നെ വേറൊരു സിനാരിയോ ഉണ്ട്. ഇപ്പം ഒരു 1 crore അണ്ടറിലൊക്കെ എൻ്റെ അടുത്തൊരു വണ്ടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് ആ ഒരു പെർഫോമൻസ് ആണ് എൻ്റെ ഗോൾ എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും M340 അല്ലെങ്കിൽ അങ്ങനത്തെ വേരിയൻസുകൾ പ്രിഫർ ചെയ്യും. പക്ഷേ ഒരു 12 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഒരു ഓട്ടോമാറ്റിക് കാറാണ് വേണ്ടത്, ഫാമിലി കാറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് എടുത്തൊന്ന് ഉപയോഗിച്ച് കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് അഡിക്ഷൻ ആവും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ടിയാഗോ ഇ വി യൂസ് ചെയ്യുന്ന, അതായത് ഇ വി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്ന് സംസാരിക്കുക. അതായത് നോർമൽ പെട്രോൾ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, ഇ വി ഉള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒരു 10-15,000 കിലോമീറ്റർ ഓടിച്ചവരുടെ അടുത്ത് ചോദിക്കുക. അവരുടെ വീട്ടിൽ വേറെ വണ്ടി കിടപ്പുണ്ടെങ്കിലും ദേ വിൽ പ്രിഫർ ദ ഇ വി. അത്രയധികം കൺവീനിയൻ്റ് ആണ്, അത്രയധികം കംഫർട്ടബിളാണ്. ആദ്യ കാലത്തെ വണ്ടികളൊക്കെ വെറും വേസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പം ദേ ഹാവ് ലേൺഡ് എ ലോട്ട്. പിന്നെ ടാറ്റയ്ക്കകത്ത് കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മറ്റേ ഞാൻ ഫേസ് ചെയ്ത് ഇത്രയും കാലത്തിനാണ് ഞാൻ ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ ആ പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ, പെട്രോൾ ടാങ്കിൻ്റെ ആ സാധനത്തിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി എന്തോ തുരുമ്പ് പിടിച്ച പോലെ വന്ന് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കിടന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ തള്ളി വെക്കണം എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഈ ഒരു കൊല്ലത്തിലുള്ള എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളൂ. പുതിയ വണ്ടിക്കകത്ത് അതൊക്കെ മീൻസ് ലൈക്ക് ഷിഫ്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു തകിടല്ല, പ്രോപ്പർ ചേഞ്ച് ചെയ്തിട്ടാണ് അവർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ടാറ്റ ആണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കേട്ട് വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ ടാറ്റയുടെ മെയിൻ ആൾക്കാരുടെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് സർവീസ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പുതിയ ടാറ്റ എടുത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, മേ ബി ഒരു 2 years ലൈൻ എന്ന് പറയുന്നത്. പിന്നെ വേറെ ഏത് ബ്രാൻഡാണെങ്കിലും ഏത് കമ്പനി, ഇപ്പോൾ മാരുതി റിലയബിളാണെന്ന് പറയുന്നത്, മാരുതി നിങ്ങൾ ഏതെങ്കിലും ഒരു 1000 കസ്റ്റമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 3-4 പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ്റ്റിക്ക് പ്രയോറിറ്റി ഉള്ള വെഹിക്കിൾസ് എടുക്കുക. നമ്മുടെ നാട്ടിൽ ഈ സേഫ്റ്റി ഇവരൊക്കെ ഈ ടാറ്റയൊക്കെ ഇങ്ങനെ 5 സ്റ്റാർ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം വന്നുകൊണ്ട് മാത്രമല്ല പല കമ്പനികളും ഇപ്പോൾ അഡാപ്റ്റ് ചെയ്തത്. എത്ര പേര് സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് സംഭവിക്കുന്നു. അതിനൊക്കെ റീസൺ ഈ മാനുഫാക്ചേഴ്സ് തന്നെയല്ല. നമ്മൾ വല്ല 7 കൂലികളാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. നമുക്ക് എന്താ സേഫ്റ്റി വേണ്ടേ? നമുക്ക് സേഫ്റ്റി വേണം. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു വിപ്ലവമായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ടാറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എസ്പെഷ്യലി ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, പഴയ നെക്സോൺ ഇ വി കൊള്ളില്ലായിരുന്നു, എനിക്കിഷ്ടമില്ല. ആദ്യം ഇറങ്ങിയ മോഡൽ, പിന്നെ അവർ അപ്ഡേറ്റ് ചെയ്ത് ദേ ഹാവ് ലേൺഡ്. അപ്പോൾ ഇതിൽ എന്താണെങ്കിലും അവർ നല്ല രീതിയിൽ ലേൺഡ് ആയിട്ടുണ്ട്, ടെക്നോളജി അഡാപ്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ടിയാഗോ ഇ വി 5 EV കുറച്ചുകൂടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ 5 EV ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇത്രയും ഞാൻ വായശാലനായത്, ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണം എന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഗൈസ്. ലൈക്ക് അത്ര അടിപൊളിയാണ് ഈ പറഞ്ഞ സാധനം. ഈ ഒരു സ്റ്റൈലായിരിക്കണം കേട്ടോ, അല്ലാതെ ഇങ്ങനെ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഭയങ്കര രസമാണ്, ഭയങ്കര പവറും, വണ്ടി വിചാരിച്ചിടത്ത് കയറി വരും, ഹാൻഡ്ലിംഗ് ഒക്കെ സെറ്റാണ്. പക്ഷേ റേഞ്ച് താഴെ പോകും, അത് ഓർത്തോണം. ഹൈ റേഞ്ചിലും കുറച്ച് റേഞ്ച് താഴെ പോകും. നമ്മൾ കയറ്റമാണ് ഫുൾ ടൈമിൽ, പക്ഷേ ഇറങ്ങുന്ന സമയത്ത് റീജൻ ഇടുന്ന സമയത്ത് അത് തിരിച്ച് കയറും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാഗമണ്ണ് പോയപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ റേഞ്ച് ഭയങ്കരമായിട്ട് കുറഞ്ഞു. മോളിൽ ചെന്നപ്പോൾ ഏതാണ്ട് 55% കണ്ടായിരുന്നു. ആ മോളിൽ ചെന്ന് തിരിച്ച് താഴെ വന്നപ്പോൾ 56%, 1% കൂടി റീജൻ കാരണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ധൈര്യമായിട്ട് എന്നെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളെടുത്തോ. 4 പേർക്ക് ഫാമിലിക്ക് പറ്റുന്ന വണ്ടിയാണിത്. സെക്കൻഡ് കാറിനൊക്കെ അടിപൊളി. ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ ചെറിയ മറ്റേ റൂറൽ ഏരിയാസൊക്കെ ആണെങ്കിൽ മീൻസ് കുറച്ച് ഹൈവേ അർബൻ ഏരിയ ഒക്കെയാണ് പ്രിഫർ ചെയ്യുക. ഇല്ലെങ്കിൽ 5 EV എടുത്തോളുക, നല്ല ഓപ്ഷനാണ്. 5 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഞാൻ പെട്രോളിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 5 EV ആയിരിക്കും. അല്ലെങ്കിൽ 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ ബഡ്ജറ്റിലാണെങ്കിൽ ഇവനെ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.